അമ്മാരി. അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാനും ഈ കാര്യം കൂടി ഇന്ന് നോമ്പ് തുറക്കാൻ വേണ്ടി. എന്തിനാ എനിക്കൊരു കള്ളച്ചിരി? എന്താ പറയ ഇങ്ങോട്ട് നോക്ക്. എന്താ നിങ്ങള് ബ്ലാക്ക് ഇടാങ്ങി? ആ ഡ്രസ്സ് ഇട്ടു. ഹലോ അമ്മാര്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാനും ഇക്കാക്കും കൂടി ഇന്ന് നോമ്പ് തുറക്കാൻ വേണ്ടി പുറത്തേക്ക് പോവാണ്. എല്ലാ പ്രാവശ്യം പോക്കുണ്ടെങ്കിലും ഈ പ്രാവശ്യം ബുക്കൊക്കെ ചെയ്തിട്ട് സെറ്റായിട്ടാണ് പോണത്. ഇവിടെ കാലിക്കറ്റ് ഒരു കഫേയിൽ നിന്നാണ് തുറക്കണത്. ഇൻഷാല്ലാ അപ്പം തന്നെ 6:10 അങ്ങനെ മാറ്റിക്കഴിഞ്ഞ് നമ്മൾ ഇറങ്ങാൻ പോവാണ്. നമ്മള് അമ്മച്ചിനോട് പറഞ്ഞിട്ടാട്ടോ പോണത്. വേറെ അമ്മച്ചി എന്താക്കാ അന്ന് തോരക്ക് ഇത് പുതിയതന്ന് പുതിയ ഞാൻ പറഞ്ഞ നോക്കണം. ആ വേണ്ട മോളാടെ നല്ല രസമല്ലോ. അങ്ങനെ കറക്റ്റ് ടൈമിൽ തന്നെ അവിടെ എത്തിയിട്ടോ. അവിടെ എല്ലാം കുറേ ആൾക്കാർ സെറ്റ് ആയിക്കണം. പിന്നെ നമ്മൾ അവിടെ കയറുമ്പോൾ തന്നെ ചെരുപ്പ് കഴിച്ചിട്ട് വേണം കയറാൻ. ഒരു ഹുക്ക ലോഞ്ച് പോലാണ് അവിടെ കയറി സാധനങ്ങളൊക്കെ കണ്ട് നമ്മൾ ഓൾമോസ്റ്റ് നമ്മൾ പറഞ്ഞതൊക്കെ അതിലുണ്ട്. ഇത് എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ, സെയ്തു. ഞാൻ വിളിച്ചിട്ട് വന്നതാണ്. നമ്മൾ ഫുഡ് കുഴപ്പമില്ല. പിന്നെ ഇവർ രണ്ടാളും കുറച്ച് നേരം സംസാരിച്ച് ഇനി നമ്മൾ നേരെ ബീച്ചിലേക്കാട്ടോ പോണത്. ഇൻഷാല്ലാ കുറേ കാലത്തിന് ശേഷം അവനെ കാണണമെന്ന് ഇങ്ങനെ വിചാരിക്കെങ്കിലും പക്ഷെ കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇവനും ഒരു വ്ളോഗറാണ് കേട്ടോ. അവനക്ക് ആവശ്യമുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അങ്ങനെ ചായ വന്നിട്ടോ. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങാണ്. കാക്കുണ്ട്, എൻ്റെ ഫ്രണ്ട് സെയ്തുണ്ട്. അങ്ങനെ നമ്മൾ വണ്ടി ഇവിടെ വെച്ചിട്ട് ഇനി ഓൻ്റെ കാറിലാട്ടോ പോണത്. നമ്മൾ അവിടുന്ന് ഇനി മൊഗദാറിലേക്ക് പോവാന്ന് പറഞ്ഞാൽ ഓനിവിടെ ഉള്ള ആളല്ല, കോട്ടക്കൽ ആ ഭാഗത്തുള്ള ആളാണ്. അപ്പം അവിടുത്തെ ഫുഡൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് അടിച്ച് പൊളിച്ചതിന് ശേഷം നമ്മളിവിടെ തന്നെ വന്ന് എന്താ പറയുക ഇവിടെ തന്നെ ഒന്ന് ആക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞില്ലേ കഥ. മുടി നിങ്ങളെങ്ങനെ ഇട്ടാലും സുന്ദരനല്ലേ. നിങ്ങൾ എന്തിനാ ഈ ഷർട്ടിട്ട്? ഒരാളില്ലേ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാള് ഞാൻ പറഞ്ഞ മര്യാദക്ക് ഈ ഒരു നീല ഇട്ടാൽ മതി. അത് കഴിയൂല, അത് വേണ്ട, അതല്ലാണ്ട് ബ്ലാക്ക് തന്നെ ഇട്ട് നിർബന്ധം. പിന്നെ കണ്ടെങ്കിൽ അതൊക്കെ കഴിച്ചിട്ട് കണ്ട് ഈ നീല ഇട്ടിടുന്നത്. അങ്ങനെ നമ്മള് ബീച്ചിലെത്തിട്ടോ. നമ്മളങ്ങനെ ബീച്ചിലെത്തി. മെല്ലെ മെല്ലെ ഓട്ടിച്ച് നമ്മള് ഓരോ കാറിൽ വരാന്ന് വിചാരിച്ച പിന്നെ പിന്നെയും വേണ്ട ഇങ്ങോട്ടേക്ക് വരാം. അപ്പൊ പിന്നെ വണ്ടി പോലെ തന്നെ മൊഗദാറെത്തി. നമ്മള് കാര്യങ്ങളൊക്കെ നോക്കണേ, എന്താ തിന്നേന്റെന്നുള്ള ഡൗട്ടാട്ടോ ഇവിടുന്ന്. നമ്മളെ കാലിക്കറ്റിൽ ഫേമസ് ആയ ഞണ്ട് ചുട്ടതും പാൽക്കപ്പൊക്കെ കഴിക്കാൻ വേണ്ടി വന്നതാട്ടോ. പെരുന്നാൾ കഴിഞ്ഞിട്ട് പോയാ ഈ പെരുന്നാളിന് മുന്നേ ഇഫ്താർ കൂടെ പോയാ. അങ്ങനെ പാൽക്കാപ്പി
നമ്മളെ കടുക്ക ഫ്രൈ എത്തി. ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് തിന്നിട്ട് നമ്മളിവിടെ നിന്ന് ഇറങ്ങുമല്ലോ. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മളിതാ പോവാണ്. അവർക്ക് ചാറ്റൊക്കെ കൊടുത്ത് ബൈ. കാക്കൻ്റെ വണ്ടി സ്റ്റാർട്ടാക്കി. അങ്ങനെ നമ്മളിങ്ങനെ നേരെ എനിക്ക് ഡ്രസ്സൊക്കെ ഒന്ന് നോക്കണം. ആ നോക്കി കഴിഞ്ഞിട്ട് ഇപ്പം എടുക്കുമെന്ന് അറിയില്ല, എന്തായാലും നോക്കണം. അങ്ങനെ എനിക്ക് നോക്കാനാണെന്നും പറഞ്ഞിട്ട് കാക്ക ഫസ്റ്റ് കയറിയത് മൂപ്പരാളെ ഷോപ്പിലേക്കാട്ടോ, കുട്ടികളെ ഷോപ്പിലേക്ക്. കണ്ടില്ല മുഖം. പിന്നെ പോണ വഴിക്കൊരു ബാഗിൻ്റെ ഷോപ്പ് കണ്ട് അവിടെയൊക്കെ കയറി. അവിടുന്ന് കുറച്ച് ബാഗും കാര്യങ്ങളൊക്കെ നോക്കി. കാണുമ്പോൾ ഒരു രസമാണ് എല്ലാത്തിൻ്റെ വിലയൊക്കെ ഒന്ന് ചോദിക്കാൻ. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ പോയത് പിന്നെ SM-ലേക്കാണ്. പിന്നെ അവിടെ നേരെ പോയത് ഒരു ഷോപ്പിലേക്കാണ്. നമ്മൾ SM-ലെ ചുരിദാറിൻ്റെ ഷോപ്പിലേക്കാണ്. എനിക്ക് ഇത്ര വേഗം ചുരിദാർ കിട്ടുമെന്ന് വിചാരിച്ചിട്ടില്ല. ഞാനൊരു ബ്ലൂ കളറാണ് എടുത്തത്. ഫസ്റ്റ് ഈ ഗ്രീൻ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ പിന്നെ അതിൻ്റെ ഷോളിന് ചെറിയൊരു ഡാമേജ് കണ്ടപ്പോൾ പിന്നെ ബ്ലൂ കളറാക്കി. പിന്നെ SM കൂടെ നടന്ന് ഷർജുഖാൻ അജ്ഖാനൊക്കെ ഒന്ന് കണ്ട് അവരോടൊക്കെ ഒന്ന് സംസാരിച്ചതിന് ശേഷം നമ്മൾ അങ്ങനെ നിന്നോടുക്കല്ലേ. അങ്ങനെ നമ്മൾ നിൽക്കുന്നത് ഇപ്പൊ റിവെഞ്ചിന്റെ മുന്നിലാണ്. ഇവിടുത്തെ നേതാക്കന്മാരാണ്. എന്താണ് ചെയ്യാ ഇവിടെ കേറി റിവെഞ്ചിന്റെ മുന്നില് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാരും കൂടി കൂടുന്ന സ്ഥലമാണ് കേട്ടോ. ഇത് നമ്മളെ ഇസ്മായിൽ, സർജുക്ക എല്ലാവരും ഭയങ്കര തിരക്കിലാണ്. ഇനി ഇവിടുന്ന് കാക്ക ഓരോന്ന് സംസാരിക്കാണ്ട് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നേരെ നമ്മള് ഷോപ്പിലേക്ക് പോകും. പറ്റിയോ? ചെരുപ്പ് എടുക്കലും കൂടി കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് കഴിച്ചിട്ട് വീട്ടിലേക്ക് പോകും. ചെരുപ്പ് കിട്ടിയില്ല, മിക്കവാറും പിന്നെ വരുന്നത്. നേരത്തെ ശീലം എന്താ പറയുക, നേരത്തെ കണ്ടുവച്ച ഡ്രസ്സ് എടുത്തിട്ട് അത് രസമുണ്ടായിരുന്നു. അതിലൊരു ബ്ലൂ ആണ് ഞാൻ എടുത്തത്. കാക്ക് അത് ഇഷ്ടമായത്. അപ്പോൾ എടുത്ത് ഇനി ചെരുപ്പ് മിക്കവാറും നാളെ ആയിരിക്കും. അത്രയും നല്ല ക്ഷീണമുണ്ട്, ഫ്ലാറ്റ് കൊങ്ങിങ്ങനെ. ഇനി നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നേരെ ഇങ്ങനെ വീട്ടിലേക്കാണ്. ഫസ്റ്റ് വിചാരിച്ച് റഹ്മത്ത് പോവാന്ന്. അപ്പോൾ റഹ്മത്ത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1 മണിയായിരിക്കും. ഫസ്റ്റ് റഹ്മത്ത് പോവാൻ വിചാരിച്ചിരുന്നു, പക്ഷേ അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടൈം 1 മണിയായിരിക്കുന്നു. ഇനിയിപ്പോൾ നേരെ നമ്മൾ സാഗറിലേക്കാണ്. അവിടെ പോയി നല്ല ചോറ് കറി തിന്നാന്ന് കത്തണം. അങ്ങനെ നമ്മൾ സാഗറിലെത്തി ചോറും കറിക്കും ഓർഡറൊക്കെ കൊടുത്തിട്ട് ഞാൻ അരിക്കോറി, കാക്ക ബീഫ് ഫ്രൈ ആട്ടോ ഇവിടുത്തെ സ്പെഷ്യലാണ്. അല്ല കാക്ക, കാക്ക ഈ കാക്ക ഫാത്തിമ ഇങ്ങോട്ട് നോക്ക്, അമ്മക്ക് ഫുഡ് കൊണ്ടുവരും. വിശക്കുണ്ടെങ്കിൽ പാവം ഫുഡ് ഇട്ടിട്ട് തിരിഞ്ഞു കളിക്കും. വിശന്നാ നീയല്ലാതെയാവും. ഫുഡ് വന്നപ്പോൾ 10 ഓണായി. യോണായോ? ടേസ്റ്റ് ഉണ്ടോ?
കടിച്ച് വില കടിച്ച് പുറത്ത് പിന്നെ 24 നല്ല ചൂട് ചോറും മത്തിക്കറിയും ബീഫ് ഫ്രൈ മീൻ പൊരിച്ചതും പാത്തുമൈ. എൻ്റെ വയറിഞ്ഞോ? വയറ് നിറഞ്ഞ പാത്തുമ്മ? നീ ഉറങ്ങാൻ പോലെ എന്താ സുഖം ചെയ്യും. നമ്മൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലേക്കാണ്. നമ്മൾ ഇവിടെ ഇറങ്ങാനുണ്ടോ വീട്ടിലേക്കാ. സാധാരണ ചോറടിച്ച് ആ ശരി. അപ്പം നമ്മൾ വീട്ടിലെത്തിട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ബൈ.